നമസ്കാരം. പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവിധ ഉദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും എല്ലാം ഭംഗിയാക്കി തീർക്കുവാനും സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിലവിലുള്ള ഗൃഹത്തിന് മാറ്റങ്ങൾ വരുത്തുവാനോ അതല്ല കൂടുതൽ സൗകര്യമുള്ള ഒരു ഗൃഹം വാങ്ങിക്കുവാനോ തീരുമാനം കൈക്കൊള്ളുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വർഷത്തിലും സാധിക്കുകയില്ല, വരുന്ന ഫെബ്രുവരിക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളുടെ തൃപ്തിക്കനുസരിച്ച് അന്വേഷണം ആരംഭിക്കുവാൻ ഇടയുണ്ട്. ദീർഘകാല വീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. ഒരുപക്ഷെ പ്രാഥമിക സംഖ്യ കൊടുത്ത് അതിനുവേണ്ടി പങ്കുചേരുക എന്ന ആശയം പ്രത്യേകിച്ചും ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥമൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലെ ഉൾപ്പെടുത്തുവാനും അതുകൊണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുമെങ്കിൽ പോലും തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതകൾ കുറവായിരിക്കും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. 2026 പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ജോലി ഉപേക്ഷിക്കാതെ തന്നെ സന്ധ്യാവേളകളിലും ശനി ഞായർ എന്ന ദിവസങ്ങളിൽ പഠിക്കുന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടുവാനിടയുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും അനുമോദനങ്ങൾ വന്നു ചേരുവാനും സാധ്യത കാണുന്നു. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനും അവലംബിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഉന്നതരുമായിട്ടുള്ള സൗഹൃദ ബന്ധം പുലർത്തുന്നത് വഴി പലവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ മുൻപ് പഠിച്ച് പ്രവർത്തിച്ചു മറന്ന പല കാര്യങ്ങളുമായതുകൊണ്ട് അതൊരു പുനരുദ്ധീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനെ വന്നു ചേരുന്ന അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് പ്രാരംഭത്തിൽ നിരസിക്കപ്പെടുവാനിട വരുമെങ്കിൽ പോലും ആദ്യം പുനഃസമർപ്പിക്കുന്നത് വഴി അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നതുമുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ചില കാര്യങ്ങളെല്ലാം ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആർഭാടങ്ങൾ ഒഴിവാക്കുന്നതിന് ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം വേണ്ടി വരുവാനിടയുണ്ട്. അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഫലം വന്ന് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും കാർഷികമായിട്ടുള്ള മേഖലയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുകയും ഇൻഷുറൻസ് പരിരക്ഷകൾ അനുവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഹ്രസ്വകാല വിളകൾക്ക് അനുസരിച്ച ഒരു കൃഷിരീതികളായിരുന്നു. എന്നാൽ ഇനി മുതൽ ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും.
യാതൊരു കാരണവുമില്ലാതെ മേലധികാരികളിൽ നിന്നും അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാൻ ഇടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുകയും രേഖാപരമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ഈ മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ബഹുമുഖ പ്രതിഭകളെ കാണുവാനും അവരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനുമായിട്ട് അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്നവർക്ക് ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടവരും. പുതിയതായിട്ടുള്ള ഉദ്യോഗത്തിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനിടയുള്ളത് കൊണ്ട് അനുമോദനങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ പണം മുതൽ മുടക്കിയവർക്ക് കഴിഞ്ഞ 1.5 വർഷമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 3-4 മാസമായിട്ട് അന്വേഷണങ്ങളും അവസരങ്ങളും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന് വെളിച്ചത്തിൽ ഇനിയും ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും സാധ്യതയുണ്ട്. ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനിടവരും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചികിത്സ ഫലിക്കുന്നത് വഴി ഉദ്യോഗത്തിൽ പുനർനിയമനം നേടുവാനിടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായി തീരുവാനിടയുണ്ട്. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കാൻ സുതാര്യതയുള്ള സമീപനം ഗുണകരമായി തീരുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും യോഗം കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് സെപ്റ്റംബർ ആദ്യത്തെ പകുതിയിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാനും തീരുമാനിക്കും. അതിനു വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. ആചാര മര്യാദകൾ പാലിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും സാധ്യത കാണുന്നു. മേലധികാരികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുന്നത് വഴി സമാധാനമുണ്ടാകും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. സങ്കല്പങ്ങൾക്കനുസരിച്ച് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും ഉയരുവാനുമുള്ള ഒരു സാഹചര്യങ്ങൾ വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നു. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിന് യോഗം കാണുന്നു. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടൊരു ഉദ്യോഗം ലഭിക്കും. പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ സൗകര്യങ്ങളും മുറികളുമുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാനോ അഥവാ വാങ്ങിക്കുവാനോ തീരുമാനിക്കുവാനും യോഗമുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലയിൽ പണം മുതൽ മുടക്കുവാനും പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉദ്ധരിക്കുവാനുമുള്ള അവസരം വന്നു ചേരും. ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനിടയുള്ളതുകൊണ്ട് ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നുണ്ട്. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട്
എല്ലാ മേഖലകളിലും ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ യോഗം കാണുന്നുണ്ട്. സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുവാൻ യോഗം കാണുന്നു. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാൻ അവസരം വന്നു ചേരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ആശയങ്ങളും വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വഴിയൊരുക്കുവാനും ഈ ഓഗസ്റ്റ് മാസത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.